മലപ്പുറം MSP സോക്കർ ഫെസ്റ്റ് സെവൻസ് ഫുട്ബോളിന് ഇന്ന് പന്തുരുളും. 13 വർഷങ്ങൾക്ക് ശേഷമാണ് മലപ്പുറം MSP മൈതാനത്ത് വീണ്ടും പന്തുരുളുന്നത്. മലപ്പുറത്തെ കാൽപന്തിന്റെ പെരുമയുടെ ഓർമ്മകൾ കൂടി വീണ്ടെടുക്കുകയാണ് സംഘാടകർ. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ഒരു ആവേശമാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നിലത്തിരുന്നുകൊണ്ടാണ് അന്ന് കളി കണ്ടത്. നാടിൻ്റെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്നത് ഈ ഒരു പന്തിലൂടെയാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു മത്സരമല്ല, ഒരു ഉത്സവമാണിത്. ഈ വാക്കുകളിലുണ്ട് കാൽപന്തിനോടുള്ള മുഹബത്ത്. വീണ്ടും മലപ്പുറത്തിന്റെ ആസ്ഥാനത്ത് പന്തുരുളുമ്പോൾ ആ ഓർമ്മകളും മനസ്സിൽ നിറയുകയാണ്. ആ മലപ്പുറത്തിൻ്റെ ആ ഫുട്ബോൾ മഹിമ, അല്ലെങ്കിൽ അതിൻ്റെ ഫുട്ബോൾ പെരുമ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗ്രൗണ്ടിലും ഗാലറിയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. കാവാത്തുപറമ്പിൽ നിന്നും നമ്മളെ പൂർവികരെ ബ്രിട്ടീഷുകാരിൽ നിന്നും പഠിച്ച ഫുട്ബോൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ കാലം, ഇപ്പോഴുള്ള വർത്തമാനകാലം, വരുന്ന കാലം ഒക്കെ ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചവരാണ് മലപ്പുറത്തുകാർ. ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഫുട്ബോൾ. ഇനിയുള്ള ഒരു മാസക്കാലം മലപ്പുറത്തിന്റെ സായാഹ്നത്തെ അലങ്കരിക്കാൻ MSP മൈതാനത്തെ ഗാലറിയും നിറഞ്ഞു കവിയും. മലപ്പുറത്തുകാർ എന്നും ഈ ഫുട്ബോളിനെ സ്നേഹിച്ചിട്ടുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ പാടത്തൊക്കെ അന്ന് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തും പറമ്പിലൊക്കെ ഫുട്ബോൾ കളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് തൊട്ടേ ഫുട്ബോളിൻ്റെ ആവേശം, വലിയ ആവേശമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ആ ആവേശം ഇന്ന് തുടർന്ന് വന്ന് ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഒന്നുമില്ല. അന്ന് സെവൻസ് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് സെവൻസ് ഫുട്ബോൾ ടൂറിൻ്റെ അഖിലേന്ത്യാ സെവൻസൊക്കെ വൈകുന്നേരം 4-4:30 മണിക്കൊക്കെ തുടങ്ങുന്നത്. കവാത്തുപറമ്പിൽ ബ്രിട്ടീഷുകാരോട് പന്ത് തട്ടി തുടങ്ങി ഇന്ന് MSP മൈതാനത്ത് എത്തി നിൽക്കുന്ന ആ കഥ തുടരുകയാണ്. ഏതോ ഒരു കപ്പലിൽ വന്ന് തീരം തൊട്ട ആ കപ്പലിൽ നിന്നും പുറത്തു ചാടിയ ഫുട്ബോൾ എന്ന പന്ത്, കാറ്റ് നിറച്ച തുകൽപന്ത്. പക്ഷേ ആ പന്ത് അക്കാലങ്ങളിൽ നമുക്ക് അന്യം നിന്ന പന്തുകളായിരുന്നു. വെള്ളക്കാർ കളിക്കുമ്പോൾ തെറിച്ചു വരുന്ന ബോളിൽ നിന്നാണ് നമ്മൾ ഡക്കിങ്ങും ചേസിങ്ങും ടാക്ലിങ്ങും റിട്ടേൺ ഷോട്ടുകളും ഒക്കെ മെനഞ്ഞെടുത്തത്. 24 ടീമുകളാണ് സോക്കർ ഫെസ്റ്റ് സെവൻസ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. സെവൻസ് മൈതാനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനും അൽമദീന ചെർപ്പുളശ്ശേരിക്കും AYC ഉച്ചാരക്കടവിനുമെല്ലാമൊപ്പം സംസ്ഥാനത്തിന് പുറത്തുള്ള ടീമുകളും MSP മൈതാനത്ത് അണിനിരക്കും. ഒരു സുലൈമാനിക്കൊപ്പം ഈ കാൽപന്തും. മലപ്പുറത്തുകാരുടെ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് അതാണ്. തലമുറകൾ കൈമാറി ഇങ്ങനെ പോവുകയാണ്. ആ പന്ത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കട്ടെ. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.